സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായതോടെ മുന്നണികൾ രണ്ടാം ഘട്ട പ്രചരണവുമായി സജീവമായി കഴിഞ്ഞു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ ആദ്യ ദിനം 29 പത്രികകളാണ് സംസ്ഥാനത്ത് ലഭിച്ചത്. ബാങ്കുകൾക്ക് അവധിയായതിനാൽ ഇന്ന് നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കില്ലെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി 23 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ മുന്നണികൾ അരങ്ങിൽ സജീവമായി കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം തിരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കൂടി വന്നതോടെ സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകളും സമർപ്പിച്ചു തുടങ്ങി. ആദ്യ ദിനം സംസ്ഥാനമൊട്ടാകെ സമർപ്പിക്കപ്പെട്ടത് 29 പത്രികകളാണ്. ഏറ്റവും കൂടുതൽ പത്രികകൾ ലഭിച്ചത് തിരുവനന്തപുരം, കോട്ടയം ജില്ലകളിലാണ്. 7 പത്രികകൾ വീതം. കാസർഗോഡ് 4ഉം കൊല്ലം ജില്ലയിൽ 3 പത്രികകളും സമർപ്പിച്ചപ്പോൾ ആലപ്പുഴ, തൃശൂർ, പാലക്കാട് ജില്ലകളിൽ 2ഉം പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ ഓരോ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇടുക്കി, എറണാകുളം, മലപ്പുറം, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ആരും പത്രിക നൽകിയില്ല. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാർ ഇന്ന് ബാങ്കുകൾക്ക് അവധി പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കില്ലെന്ന് സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇനി തിങ്കളാഴ്ച മുതലാകും സ്ഥാനാർത്ഥികളുടെ പത്രികകൾ സ്വീകരിച്ചു തുടങ്ങുക. 29-നാണ് പത്രികകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി. 30-ന് പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും. 2-ാം തീയതി വരെ പത്രികകൾ സ്ഥാനാർത്ഥികൾക്ക് പിൻവലിക്കാം. ഇതിനുശേഷമാകും സ്ഥാനാർത്ഥികളുടെ അന്തിമ ചിത്രവും വ്യക്തമാവുക. ഏതായാലും തെരഞ്ഞെടുപ്പ് വിജ്ഞാപനമായതോടെ മുന്നണികൾ രണ്ടാം ഘട്ട പ്രചരണവുമായി കൂടുതൽ തെരഞ്ഞെടുപ്പ് ചൂടിലമർന്നു കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം ജനങ്ങളിലെത്തിക്കാനായി വോട്ട് വണ്ടി പ്രയാണം തുടങ്ങി. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ വാഹന പ്രചരണ യാത്ര നടത്തുന്നത്. വോട്ടിന്റെ കൃത്യത ഉറപ്പാക്കുന്ന വിവിപാറ്റ് എന്ന പുതിയ സംവിധാനം പരിചയപ്പെടാനും വോട്ട് വണ്ടി അവസരമൊരുക്കും. വോട്ടർമാരെ ബോധവൽക്കരിച്ച നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് വോട്ട് വണ്ടി പ്രയാണം തുടങ്ങിയത്. തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യേണ്ട രീതിയോടൊപ്പം ജനാധിപത്യ അവകാശങ്ങളെപ്പറ്റിയും ബോധവൽക്കരിക്കുന്ന ചിത്രപ്രദർശനമാണ് വോട്ട് വണ്ടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രത്തിൽ വോട്ട് ചെയ്യുന്നതിനായുള്ള പരിശീലന സൗകര്യവും വോട്ട് വണ്ടിയിലുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൽ പുതുതായി നടപ്പാക്കുന്ന വിവിപാറ്റ് സംവിധാനത്തെ പരിചയപ്പെടാനും വോട്ട് വണ്ടി അവസരമൊരുക്കുന്നു. വിവിപാറ്റിലൂടെ തങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്ന് വോട്ടർക്ക് സ്വയം വ്യക്തത വരുത്താം. വോട്ട് രേഖപ്പെടുത്തപ്പെട്ട ചിഹ്നമടങ്ങുന്ന സ്ലിപ്പ് 8 സെക്കൻഡ് നേരത്തേക്ക് വോട്ടർക്ക് കാണാനാകും. നേമം, വട്ടിയൂർക്കാവ്, കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃക്കാക്കര, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് നോർത്ത്, കണ്ണൂർ എന്നീ 12 മണ്ഡലങ്ങളിലാണ് ഇത്തവണ വിവിപാറ്റ് സംവിധാനമുണ്ടാവുക. തിരുവനന്തപുരത്ത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ EK മാജി വോട്ട് വണ്ടി ഫ്ലാഗ് ഓഫ് ചെയ്തു. Increase the voting percentage by sensitizing the voters of Kerala and trying to reach out to each and every voter. തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ വകുപ്പും സംയുക്തമായാണ് വോട്ട് വണ്ടി സജ്ജീകരിച്ചത്. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് മേഖലകൾ കേന്ദ്രീകരിച്ച് 3 വോട്ട് വണ്ടികൾ എല്ലാ ജില്ലകളിലും പര്യടനം നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ആവേശവും ആശ്വാസവുമായി പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദന്റെ വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് പ്രചരണ പര്യടനം. വയനാട്ടിലെ 3 മണ്ഡലങ്ങളിലെയും LDF സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ച അദ്ദേഹം വരൾച്ച മൂലം കെടുതി അനുഭവിക്കുന്ന പുൽപ്പള്ളിയിലെ മുള്ളംകൊല്ലി പ്രദേശങ്ങളും സന്ദർശിച്ചു. കണ്ണൂരിൽ നിന്ന് വയനാട്ടിലെത്തിയ VSന്റെ ആദ്യ പൊതുപരിപാടി മാനന്തവാടിയിലെ LDF സ്ഥാനാർത്ഥി OR കേളുവിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗമായിരുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആദിവാസി കർഷക വിരുദ്ധ നിലപാടുകളെ കടന്നാക്രമിച്ച അദ്ദേഹം മാനന്തവാടിയുടെ വികസന കാര്യങ്ങളിൽ നിലനിൽക്കുന്ന പിന്നോക്കാവസ്ഥകളും ചൂണ്ടിക്കാട്ടി. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് അതിൽ ഒരു നയാ പൈസ പോലും ചിലവാക്കാതെ ലാഭമാക്കി കളയുകയാണ് ചെയ്യുന്നത്. 4:30 മണിയോടുകൂടിയാണ് കഠിനമായ വരൾച്ച മൂലം ദുരിതമനുഭവിക്കുന്ന മുള്ളൻകൊല്ലി പ്രദേശങ്ങൾ അദ്ദേഹം സന്ദർശിച്ചത്. 100 കണക്കിന് ആളുകളാണ് VSനെ കാണാൻ ഇവിടെയെല്ലാം തടിച്ചുകൂടിയത്. വരൾച്ച കെടുതിക്കുള്ള പരിഹാരത്തിനായി ശക്തമായ സമ്മർദ്ദമുയർത്തുമെന്ന് അദ്ദേഹം നാട്ടുകാരോട് പറഞ്ഞു. അതുകൊണ്ട് അടിയന്തരമായി ആ നിലയിലുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ഞാൻ അവരോട് പറയുന്ന. ബത്തേരിയിലെ LDF സ്ഥാനാർത്ഥി രുക്മിണി സുബ്രഹ്മണ്യന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ ദേശീയ തലത്തിൽ സംഘപരിവാർ സംഘടനകൾ നടത്തുന്ന ദളിത് ന്യൂനപക്ഷ പീഡനങ്ങളെക്കുറിച്ചും ഉമ്മൻചാണ്ടിയുടെയും നരേന്ദ്രമോദിയുടെയും ജനവിരുദ്ധ നിലപാടുകളെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു. ജില്ലയിൽ നിന്നുള്ള മന്ത്രിക്ക് പോലും കർഷകരെയോ ആദിവാസി സമൂഹത്തെയോ സംരക്ഷിക്കാനായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റയിലെ പൊതുയോഗത്തിൽ LDF അധികാരത്തിൽ വന്നാൽ കർഷക സഹകരണ സംഘങ്ങൾ സ്ഥാപിച്ച് കർഷകരെ മുന്നോട്ട് നയിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. കൽപ്പറ്റയിലെ CK ശശീന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിച്ച ശേഷമാണ് ഒരു ദിവസം നീണ്ട ആവേശോജ്വലമായ പ്രചരണ പരിപാടി പൂർത്തിയാക്കി അദ്ദേഹം ചുരമിറങ്ങിയത്. ക്യാമറമാൻ ജിബേഷിനൊപ്പം വയനാട്ടിൽ നിന്നും അനൂപ് KR. കോന്നി പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ബന്ധുക്കൾ. അന്വേഷണം അവസാനിപ്പിക്കാൻ പോലീസ്. കോഴിക്കോട് DCC പ്രസിഡന്റ് KC അബുവിനെതിരെ കേസെടുത്തു. ബേപ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നടത്തിയ വിവാദ പ്രസംഗത്തെ തുടർന്നാണ് കേസ്.
യുവമോർച്ചയുടെ പരാതിയിലാണ് KC അബുവിനെതിരെ കേസ്. കൂടുതൽ വിവരങ്ങളുമായി മേഘ മാധവൻ ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. മേഘ, നേരത്തെ തന്നെ KC അബു ജാതി പരാമർശിച്ചുകൊണ്ടുള്ള പ്രസംഗം നടത്തിയത് വിവാദമായിരുന്നു. ഇതിന്മേലാണോ കേസ്? എന്തൊക്കെയാണ് അതിന്റെ തുടർ നടപടികൾ? ജിംഷാദ്, തീർച്ചയായും മതസ്പർദ്ധ, ഒപ്പം തന്നെ സാമുദായിക ധ്രുവീകരണം എന്നിവ നടത്തി സെക്ഷൻ 125 പ്രകാരമാണ് കോഴിക്കോട് നല്ലളം പോലീസ് കോഴിക്കോട് DCC പ്രസിഡന്റിനെതിരെ ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. നേരത്തെ ഏപ്രിൽ 7-ാം തീയതി ചെറുവണ്ണൂരിൽ നടന്ന UDF കൺവെൻഷനിൽ അദ്ദേഹം ഒരു വിവാദ പ്രസംഗം നടത്തിയിരുന്നു. ബേപ്പൂരിൽ VKC മുഹമ്മദ് കോയ ജയിച്ചാൽ കോഴിക്കോട് ഒരു മുസ്ലിം മേയറെ നഷ്ടപ്പെടും. അതുകൊണ്ട് കോഴിക്കോട് മുസ്ലിം മേയറെയും മുസ്ലിം MLAയും ലഭിക്കുന്നതാണ് നല്ലത് എന്ന് തന്നോട് ഒരു മുസ്ലിം സംഘടനാ നേതാവ് പറഞ്ഞു എന്നാണ് അദ്ദേഹം പൊതുവേദിയിൽ വെച്ച് പറഞ്ഞത്. ഇത് വലിയ വിവാദമായിരുന്നു. ഇതിനെതിരെ യുവമോർച്ച നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നല്ലളം പോലീസ് കേസെടുത്തിരിക്കുന്നത്. മതസ്പർദ്ധ, ഒപ്പം തന്നെ സാമുദായിക ധ്രുവീകരണം നടത്തൽ എന്നിവ ചുമത്തിയാണ് കേസ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും KC അബുവിനോട് സംഭവവുമായി ബന്ധപ്പെട്ട് വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജിംഷാദ്, ഇതേക്കുറിച്ച് KC അബുവിന്റെ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ മേഘ? ജിംഷാദ്, KC അബു ഇതുവരെയും സംഭവവുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടില്ല. അദ്ദേഹം ഫോൺ പോലും എടുക്കാത്ത അവസ്ഥയാണ് നിലവിൽ ഉള്ളത്. ഇപ്പോൾ ഏതായാലും ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ട സ്ഥിതിക്ക് ഉടൻ തന്നെ അദ്ദേഹം പ്രതികരിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ജിംഷാദ്, പോലീസിന്റെ തുടർ നടപടികൾ എന്താകും? ജിംഷാദ്, പോലീസ് ഇപ്പോൾ ഇന്ന് പുലർച്ചെയാണ് ഇതുമായി ബന്ധപ്പെട്ട് കേസെടുത്ത വിവരം അറിയിച്ചിരിക്കുന്നത്. ഏകദേശം സമയം 9 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. കൃത്യമായ നടപടികൾ എന്താണ് എന്നതറിയാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ശരി മേഘ മാധവനാണ് വിവരങ്ങൾ നൽകിയത്. KC അബുവിനെതിരെ കേസ്. വർഗീയ പരാമർശം നടത്തി എന്ന യുവമോർച്ചയുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും നേരത്തെ KC അബുവിൽ നിന്ന് വിശദീകരണം തേടിയിരുന്നു ഇതേ സംഭവവുമായി ബന്ധപ്പെട്ട്. വിവരങ്ങളും വിശദാംശങ്ങളുമാണ് മേഘ മാധവൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. കോന്നി പെൺകുട്ടികളുടെ ദുരൂഹ മരണത്തെക്കുറിച്ചുള്ള അന്വേഷണം പോലീസ് അവസാനിപ്പിക്കുന്നു. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നാണ് അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ കോടതിയിൽ സമർപ്പിക്കുക. അതേസമയം CBI കേസ് അന്വേഷിച്ചാൽ മാത്രമേ സത്യം പുറത്തുവരൂ എന്ന പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കുട്ടികളുടെ ബന്ധുക്കൾ. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായിരുന്ന ആതിരയും ആര്യയും രാജിയും ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്ത് 9 മാസം പിന്നിടുന്ന ഘട്ടത്തിലാണ് ഇവരുടെ ദുരൂഹ മരണത്തിന് പിന്നിൽ ബാഹ്യശക്തികളുടെ ഇടപെടലില്ലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. +2 പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ഇവർ വീട് വിട്ടിറങ്ങുകയും ആത്മഹത്യ ചെയ്തുവെന്നുമാണ് റിപ്പോർട്ട്. ആത്മഹത്യാ സൂചന നൽകുന്ന വാട്സപ്പ്, ഫേസ്ബുക്ക് സന്ദേശങ്ങളും ഇതിന് തെളിവായി പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. CBI അന്വേഷണം ആവശ്യപ്പെട്ട പെൺകുട്ടികളുടെ ബന്ധുക്കൾ സമർപ്പിച്ച ഹർജി പരിഗണിച്ച കോടതി കേസിന്റെ അന്തിമ അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയിരുന്നു. അതേസമയം CBI കേസ് ഏറ്റെടുത്താൽ മാത്രമേ യഥാർത്ഥ മരണകാരണം പുറത്തുവരൂവെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് പെൺകുട്ടികളുടെ ബന്ധുക്കൾ. നമുക്ക് പോലീസ് അന്വേഷണം, അതായത് കോടതിയിൽ നിന്ന് കിട്ടിയ പേപ്പറുകൾ അനുസരിച്ച് പോലീസ് അന്വേഷണം കുട്ടികൾ ആത്മഹത്യ ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന രീതിയിലുള്ളതാണ്. അത് നമുക്കത്ര സ്വീകാര്യമല്ല. നമുക്ക് CBI അന്വേഷണം അല്ലെങ്കിൽ അതിൻ്റെ മേളിലോട്ടുള്ള ഏതെങ്കിലും കോടതി സമീപിക്കുക, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങാനാണ് നമ്മുടെ പ്ലാൻ. അന്വേഷണ റിപ്പോർട്ട് ആത്മഹത്യയാണെന്ന് കാണിച്ച് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും ചില ചോദ്യങ്ങൾ ഉത്തരം കിട്ടാതെ അലയുന്നുണ്ട്. പരീക്ഷയിൽ തോൽക്കുമെന്ന ഭയത്താൽ ആത്മഹത്യ ചെയ്തെന്ന് പോലീസ് പറയുന്ന പെൺകുട്ടികൾ വീട് വിട്ടിറങ്ങി 3 ദിവസം എന്തിന് കാത്തിരുന്നു എന്നത് ഒന്നാമത്തെ ചോദ്യമാണ്. എന്തിനാണ് 2 തവണ ഇവർ ബാംഗ്ലൂരിൽ പോയത് എന്ന് രണ്ടാമത്തെ ചോദ്യം. ഇത്തരത്തിൽ നിരവധി ചോദ്യങ്ങളാണ് ഇവിടെ ഉത്തരം കിട്ടാതെ അവശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. പെരുമ്പാവൂർ പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ സരിത കത്തോ കുറിപ്പോ തയ്യാറാക്കിയിട്ടില്ലെന്ന് DYSP ഹരികൃഷ്ണൻ സോളാർ കമ്മീഷനിൽ ബോധിപ്പിച്ചു. കസ്റ്റഡിയിലിരിക്കെയാണ് കത്തെഴുതിയതെന്ന് നേരത്തെ കമ്മീഷനിൽ സരിത മൊഴി നൽകിയിരുന്നു. സരിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയ ദിവസം അവരുടെ അഭിഭാഷകനുമായി താൻ കൂടിക്കാഴ്ച നടത്തിയിട്ടില്ലെന്നും DYSP മൊഴി നൽകി. സോളാർ കേസിൽ ഏറ്റവും വിവാദമായത് സരിതയുടെ കത്തായിരുന്നു. പല പ്രമുഖരുടെയും പേരു പരാമർശിച്ച കത്ത് തയ്യാറാക്കിയത് കസ്റ്റഡിയിൽ വെച്ചായിരുന്നുവെന്ന് സരിത പറഞ്ഞിരുന്നു. എന്നാൽ ഈ മൊഴിയെ തീർത്തും തള്ളിക്കളയുന്നതാണ് ഇപ്പോൾ DYSP ഹരികൃഷ്ണൻ നൽകിയിരിക്കുന്ന മൊഴി. ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലായിരുന്നു സരിതയെ ആദ്യം കസ്റ്റഡിയിലെടുത്തത്. എന്നാൽ ഈ കാലയളവിൽ അവർ കത്ത് എഴുതിയിരുന്നില്ലെന്നും കത്ത് ഉണ്ടായിരുന്നെങ്കിൽ അത് നേരത്തെ തന്നെ അഭിഭാഷകന് കൈമാറുമായിരുന്നുവെന്നും ഹരികൃഷ്ണന്റെ മൊഴിയിൽ പറയുന്നു.
എന്നാൽ കൊച്ചിയിൽ നിന്ന് പത്തനംതിട്ട ജില്ലാ ജയിലിൽ എത്തിക്കുമ്പോൾ അവരുടെ കയ്യിൽ ചില കുറിപ്പുകൾ ഉണ്ടായിരുന്നതായി ജയിൽ സൂപ്രണ്ട് മൊഴി നൽകിയിട്ടുണ്ടെന്ന് കമ്മീഷൻ പറഞ്ഞു. അത് തനിക്കറിയില്ലെന്ന് ഡിവൈഎസ്പി മൊഴി നൽകി. ഡിവൈഎസ്പി ഹരികൃഷ്ണന്റെ മൊഴിയെടുക്കൽ തിങ്കളാഴ്ചയും തുടരും. അതേസമയം 2012 നവംബർ മുതൽ 2013 മെയ് വരെ സരിതയുടെ 3 മൊബൈൽ ഫോണുകളിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും തിരിച്ചും വിളിച്ച കോളുകളുടെ വിശദാംശങ്ങളും 22/1/2013 സരിതയുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷനും സംബന്ധിച്ച വിശദാംശങ്ങളും നൽകാൻ DGPയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. പോലീസ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി GR അജിത് നൽകിയ അപേക്ഷയിലാണ് കമ്മീഷൻ ഉത്തരവ്. അതേസമയം സരിതയുടെ പേഴ്സണൽ ഡയറി പിടിച്ചെടുക്കണമെന്ന അദ്ദേഹത്തിന്റെ അപേക്ഷ കമ്മീഷൻ തള്ളി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സോളാർ കേസിൽ കൈക്കൂലി നൽകിയെന്ന സരിതാ നായരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി, മന്ത്രിമാർ, പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർക്കെതിരെ കേസെടുക്കണമെന്ന പൊതു താൽപര്യ ഹർജി ഇന്ന് കോടതി പരിഗണിക്കും. തിരുവനന്തപുരം വിജിലൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഇന്ന് തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതി പരിഗണിക്കും. കേസിൽ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. നേരത്തെ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സമയപരിധി മാർച്ച് 5-ന് അവസാനിച്ചിരുന്നു. റിപ്പോർട്ട് സമർപ്പിക്കാൻ കൂടുതൽ സമയം വേണമെന്ന് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഈ മാസം 23-ലേക്ക് മാറ്റിയത്. ഡോക്ടർ തോമസ് ഐസക് MLA ഫേസ്ബുക്ക് ഡയറി എന്ന പുസ്തകത്തിൻ്റെ പ്രകാശനം പ്രശസ്ത നടൻ ഭരത് മമ്മൂട്ടി നിർവഹിക്കും. വൈകിട്ട് 4-ന് ആലപ്പുഴ മണ്ണഞ്ചേരിയിൽ നടക്കുന്ന പ്രകാശന കർമ്മത്തിൽ പ്രൊഫസർ MK സാനു മുഖ്യപ്രഭാഷണം നടത്തും. തൻ്റെ ഫേസ്ബുക്ക് പേജിലെ പ്രധാന പോസ്റ്റുകൾ ചേർത്താണ് ഫേസ്ബുക്ക് ഡയറി. തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടെ ദൈനംദിനം കണ്ട കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഡോക്ടർ തോമസ് ഐസക് തൻ്റെ ഫേസ്ബുക്ക് ഡയറിയിലൂടെ പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ ഫേസ്ബുക്കിൽ എഴുതിയ 5000-ഓളം കുറിപ്പുകളിൽ നിന്നും വിവിധ മേഖലകളെ ഉൾപ്പെടുത്തി തിരഞ്ഞെടുക്കപ്പെട്ട 120 എണ്ണമാണ് പുസ്തകത്തിലുള്ളത്. പുസ്തകത്തിൻ്റെ പ്രകാശനം വൈകിട്ട് 4 മണിക്ക് മണ്ണഞ്ചേരിയിൽ പ്രശസ്ത ചലച്ചിത്രതാരം ഭരത് മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്യും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ വോട്ടർമാരിൽ ഒരു 20% വരുന്ന യുവജനങ്ങൾ നവമാധ്യമം വായിക്കുന്നുള്ളൂ. അവർ TV കാണുന്നില്ല, പത്രം ഒട്ടും വായിക്കുന്നില്ല. അപ്പോൾ അവരിലേക്ക് എങ്ങനെ എത്തിപ്പെടാം? ഒരു സംശയവും വേണ്ട, നമ്മൾ നവമാധ്യമങ്ങളിലൂടെ ഇടപെട്ടേ തീരൂ. ഒരു ഡയറി വായിക്കുന്നത് പോലെ ആസ്വാദ്യകരമായാണ് പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നത്. QR കോഡ് രേഖപ്പെടുത്തി പുറത്തിറങ്ങുന്ന മലയാളത്തിലെ ആദ്യ പുസ്തകമാണിത്. സ്മാർട്ട് ഫോണിൽ ഈ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഫേസ്ബുക്ക് പോസ്റ്റും ചിത്രങ്ങളും ലഭ്യമാകും. മണ്ണഞ്ചേരിയിൽ നടക്കുന്ന ചടങ്ങിൽ പ്രൊഫസർ MK സാനു മുഖ്യപ്രഭാഷണം നടത്തും. DC ബുക്സ് MD രവി പുസ്തകം പരിചയപ്പെടുത്തും. നിരവധി പ്രമുഖർ പുസ്തക പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കഴിഞ്ഞ 2 വർഷമായി മത്സ്യകൃഷി രംഗത്ത് സജീവമാണ് പത്തനംതിട്ട ജില്ലയിലെ കുമ്പഴ സ്വദേശി ബാബു. നല്ല ആദായം ലഭിക്കുന്ന കൃഷി എന്നത് മാത്രമല്ല, മീനുകളോടുള്ള താല്പര്യം കൂടിയാണ് സാബുവിനെ മത്സ്യകൃഷിയിലേക്ക് എത്തിച്ചത്. വിവിധ കൃഷിരീതികൾ പരീക്ഷിച്ച ശേഷമാണ് സാബു മത്സ്യകൃഷി രംഗത്തേക്ക് കടന്നു വരുന്നത്. വിവിധ സ്ഥലങ്ങളിൽ ചെന്ന് കൃഷിരീതി പഠിച്ചാണ് ഇതിലേക്ക് വന്നതും. കുമ്പഴക്കടുത്തുള്ള പാറമട വാടകയ്ക്കെടുത്താണ് മത്സ്യകൃഷി നടത്തുന്നത്. പഞ്ചായത്ത് നൽകിയ 6000-ഓളം മത്സ്യക്കുഞ്ഞുങ്ങളെയും സ്വന്തമായി വാങ്ങിയ മത്സ്യക്കുഞ്ഞുങ്ങളെയും ഉപയോഗിച്ചായിരുന്നു കൃഷിയുടെ തുടക്കം. നല്ല ആദായം ഇതുവഴി ലഭിക്കുന്നുണ്ടെന്നാണ് സാബു പറയുന്നത്. ഈ സിലോപ്പിയൊക്കെ 3 കിലോ വരെ ഒരു വർഷം കൊണ്ടാകുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 8 മാസമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 8 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്കിത് വിളവെടുക്കാമെന്ന്. അപ്പോൾ ഇത് കുളം മൊത്തം പറ്റിച്ചാൽ നമ്മൾ മീനെ പിടിക്കുന്നത്. കുഞ്ഞുങ്ങളെ മാറ്റിയിടുക, പിന്നെ പ്രായമായ വലുതായ മീനെ നമ്മൾ വിൽക്കുകയാണ്. പച്ചക്കറി മാലിന്യവും തണ്ണിമത്തനും മറ്റുമാണ് പ്രധാന ആഹാരങ്ങൾ. 1 വർഷം എത്തുമ്പോഴാണ് വിളവെടുക്കുക. ചെറുകുഞ്ഞുങ്ങളെ മാറ്റി നിർത്തി വലിയ മോട്ടോർ ഉപയോഗിച്ച് പാറമടയിലെ വെള്ളം വറ്റിച്ച ശേഷമാണ് വിളവെടുപ്പ്. ചില മത്സ്യങ്ങൾ അപ്പോഴേക്കും 1-2 കിലോയോളം വലുപ്പം വെക്കും. മറ്റ് കൃഷിരീതികൾ പിന്തുടരുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധ മത്സ്യകൃഷിക്ക് നൽകണമെന്നാണ് സാബു പറയുന്നതും. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. കണ്ണൂർ KAP ബറ്റാലിയനിലെ ട്രെയിനികളുടെ മുടി മുറിച്ചത് ശരിയായില്ലെന്നാരോപിച്ച് ചുട്ടുപൊള്ളുന്ന വെയിലിൽ പുഷപ്പ് ചെയ്യിപ്പിച്ചതും വിവാദമാകുന്നു. KAP 4-ാം ബറ്റാലിയനിലെ 12 പേർക്കാണ് സൂര്യതാപത്തിൽ പൊള്ളലേറ്റത്. ഇവർക്ക് വിദഗ്ധ ചികിത്സ നൽകാൻ പോലും അധികൃതർ തയ്യാറായില്ല. മാങ്ങാട്ടുപറമ്പ് KAP 4-ാം ബറ്റാലിയനിലെ പുതിയ ട്രെയിനി ബാച്ചിലെ 12 പേരെ മുടിമുറിച്ചത് ശരിയായില്ലെന്ന കാരണം പറഞ്ഞ് ബുധനാഴ്ച പകൽ 1 മണി മുതൽ ബാരക്കിന് മുന്നിലെ റോഡിൽ കിടന്ന് പുഷപ്പ് എടുക്കാൻ ഹവിൽദാർ പ്രകാശൻ ശിക്ഷിക്കുകയായിരുന്നു. റോഡിൽ കത്തുന്ന വെയിലേറ്റ് കിടന്ന യുവാക്കളുടെ ശരീരം പൊള്ളിത്തിണർത്തു.
പലരും കുഴഞ്ഞു വീണു. 7 മാസം പരിശീലനം പൂർത്തിയാക്കിയവരോടാണ് വെള്ളം പോലും നൽകാതെ ഈ കൊടും ക്രൂരത കാട്ടിയത്. സംഭവം പുറത്തറിഞ്ഞതോടെ കമാൻഡന്റ് KP ഫിലിപ്പ് അടിയന്തരാന്വേഷണം നടത്താൻ ഉത്തരവിട്ടു. വെള്ളിയാഴ്ച രാവിലെ 12 യുവാക്കളും KAP ബറ്റാലിയൻ ആശുപത്രിയിൽ ചികിത്സ തേടി. ശരീരമാസകലം പൊള്ളലേറ്റിട്ടും വിശദമായ ചികിത്സ ഇവർക്ക് ലഭ്യമാക്കിയിട്ടില്ല. അസിസ്റ്റന്റ് കമാൻഡന്റ് 12 പേരുടെയും മൊഴി രേഖപ്പെടുത്തി കഴിഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.